അപ്പോൾ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ കണ്ടു നോക്കിയാലോ. അപ്പോൾ അത് ആദ്യം തന്നെ ചോറിനുള്ള അരി കഴുകിങ്ങാണ്ട് കുക്കറിലവിടെ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു കറുകത്ത് കുത്തിച്ചടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് അത് വെച്ചിങ്ങാണ്ട് ഒരു താളിപ്പ് പോലെ ഒരു കൂട്ടാൻ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ കറുകത്ത് എന്ന് പറയാം കേട്ടോ. പപ്പായ ഉണ്ടല്ലോ, അതാണ്. നിങ്ങളവിടെ എന്താ പറയാമെന്നൊന്ന് പറയണേ. ഓരോ സാധനത്തിനും ഓരോ നാട്ടിലും ഓരോ പേരല്ലേ, അതുകൊണ്ട് ചോദിച്ചാന്ന് കേട്ടോ. നമ്മൾ കറുകത്ത് എന്ന് പറയാം. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്ത് കുറച്ച് കാന്താരിമുളകും ഉപ്പും വെള്ളം ഒഴിച്ചിങ്ങാണ്ട് കുക്കറിൽ അവിടെ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിന്ന് അപ്പാണ്, ദോശ ഉണ്ടല്ലോ അതാണ് കേട്ടോ ചായക്കടി. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സോയാബീൻ ഉണ്ടല്ലോ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അപ്പൊക്കെ ചുട്ടെടുത്തപ്പോഴേക്കും ഇതാ നമ്മുടെ കറുകത്തൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് കുത്തി ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പില ഇട്ടുങ്ങാണ്ട് എണ്ണയിലൊന്ന് തൂമിച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിങ്ങാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറി പോലെയുള്ള കൂട്ടാൻ ഇവിടെ റെഡിയായി. ആ കുക്കറിനെ ഒന്ന് ചുഴറ്റിയെടുത്തുങ്ങാണ്ട് അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള സോയാബീനും ഉള്ളിയും തക്കാളിയും പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ദിവസം ഇവ പറയാൻ തുടങ്ങിയിട്ട് ഗ്രേപ്സ് കൊണ്ട് ജ്യൂസ് അടിച്ച് തരുമോ എന്നുള്ളത്. അപ്പോൾ എന്നാൽ ഇന്ന് കുറച്ച് അത് ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ജ്യൂസ് അടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സോയാബീൻ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചോറുക്കാണെങ്കിലും അപ്പത്തേക്കും ചപ്പാത്തിക്കും എന്തൊക്കെയാണെങ്കിലും നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചായ അടിച്ചു. പിന്നെ ഇവാൻ്റെ ലഞ്ച് ബോക്സും പാക്ക് ചെയ്തു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ.